ഹായ്, ഓടത്തെ കിച്ചണിലേക്ക് സ്വാഗതം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് 5 തക്കാളി എടുത്തിട്ടുണ്ട്. ഫ്ലഷി ജ്യൂസി സ്വീറ്റ് ആയിട്ടുള്ള തക്കാളിയാണ്. ചെറിയ നാടൻ തക്കാളിയേക്കാളും ഇങ്ങനെ കട്ടിയുള്ള തക്കാളിയാണ് നല്ലത്. ഇതിന് ഒരെണ്ണം മാറ്റി വയ്ക്കാം, പിന്നെ ചേർക്കാനാണ്. ഈ നാരെണ്ണം നുറുക്കിയെടുക്കാം. തീരെ ചെറുതാവേണ്ട, വലിയ കഷ്ണങ്ങളും വേണ്ട. മീഡിയം സൈസായിട്ട് മുറിച്ചെടുക്കാം. ഉള്ളിലൊക്കെ ഫില്ലായ പോലത്തെ തക്കാളിയാണ്. നമ്മളൊരു 400 ഗ്രാം എടുത്തിട്ടുണ്ട്. അതിനനുസരിച്ചാണ് ബാക്കി ഇൻഗ്രീഡിയൻസ്. എല്ലാം നുറുക്കി കഴിഞ്ഞു. ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ചീനച്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി, 1/2 ടീസ്പൂൺ കടുക് നല്ലോണം പൊട്ടി. ഇനി 5 വെളുത്തുള്ളി അല്ലി നുറുക്കിയതിടാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നവരെ റോസ്റ്റ് ചെയ്യാം. ഇടത്തരം വലുപ്പമുള്ള 2 സബോള നുറുക്കിയത് 1 കപ്പ് ഉണ്ട് ഇപ്പോൾ സ്ലൈസ് ചെയ്തപ്പോൾ, അതും കൂടെ വഴറ്റാം. സബോള വെന്ത് കിട്ടണം, വഴന്ന് നിറം മാറി വരും. നല്ല സ്വാദുള്ള കൂട്ടാനാണിത്, വേഗമാവുകയും ചെയ്യും. ഇപ്പോൾ കളർ മാറിയിട്ടുണ്ട്, വെന്ത് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ഉലുവപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മതി. 3 പച്ചമുളക് നീളത്തിൽ കീറിയിടാം. അധികം എരിവില്ലാത്ത മുളകാണ്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ചൂടാക്കാം. പച്ചമുളകിൻ്റെ പച്ചമണവും മാറണം. ഉലുവ മുഴുവനായിട്ടിട്ടാൽ കടിക്കുമ്പോൾ കൈപ്പരസം ഉണ്ടാവും. അതുകൊണ്ടാണ് കടുകിൻ്റെ ഒപ്പം ചേർക്കാണ്ട് ഉലുവ പൊടിയായിട്ട് ചേർത്തത്. അതിന് നുറുക്കി വെച്ച തക്കാളി ചേർക്കാം. ഇത്ര ക്വാണ്ടിറ്റി വേണ്ടാന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെ അളവ് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കുറച്ചാൽ മതി. തക്കാളി സോഫ്റ്റായിട്ട് വെന്ത് വരണം. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം. ഇളക്കിയിട്ട് അടച്ചു വയ്ക്കാം. ആവിയിൽ വെന്ത് വരണം തക്കാളി. ഒരു 4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കാം. ഫ്ലെയിം കൂട്ടി വെച്ചാൽ അടി പിടിക്കും. ഇപ്പോൾ ഇതാ ജ്യൂസൊക്കെ ഇറങ്ങി. ഇനി കുഴുതലുകൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് കഷ്ണങ്ങൾ ഉടച്ചിട്ട് 2 മിനിറ്റും കൂടെ അടച്ചു വയ്ക്കാം. കുക്ക് ചെയ്യുന്ന സമയം എല്ലാം കൂടി 10 മിനിറ്റ് വേണ്ടു. ഇങ്ങനത്തെ പരന്ന കൂടുതലാണെങ്കിൽ വേഗം ഉടച്ചെടുക്കാൻ പറ്റും. ഇനി അടച്ചു വയ്ക്കാം നമുക്ക് 2 മിനിറ്റും കൂടി. ഇനി മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, 1.5 ഹീപ്പ് ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇത്രയും ചേർക്കാം. ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. സബോളയിലും തക്കാളിയിൽ നിന്നൊക്കെ ഇറങ്ങിയ വെള്ളമാണ്. അതൊക്കെ ടൊമാറ്റോ റോസ്റ്റിലേക്ക് തന്നെ അബ്സോർബ് ആയിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്യാം. മാറ്റി വെച്ച തക്കാളി നുറുക്കിയത് മിക്സിയിൽ അടിച്ചെടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് അടിച്ചെടുക്കാം. ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇടാം. അലിയട്ടെ. ബട്ടർ ചേർക്കുമ്പോൾ നല്ല ഒരു ഫ്ലേവർ വരും ഈ റോസ്റ്റിന്. ഇനി തക്കാളിയും പഞ്ചസാരയും അരച്ചതും കൂടി ചേർക്കാം. വേഗം തിളച്ച് വന്നോളൂ. ബട്ടറിൻ്റെ ഒപ്പം മിക്സായിട്ട് വെള്ളമയം കുറഞ്ഞു വരും. വേഗം ചെയ്യും. ഇനി ഉണ്ടാക്കി വെച്ച റോസ്റ്റ് ഇതിലേക്ക് ചേർക്കാം. സമയമില്ലെന്ന് വെച്ചാൽ ടൊമാറ്റോ റോസ്റ്റിലേക്ക് പഞ്ചസാര ചേർത്ത് ജ്യൂസ് ഒഴിച്ചിട്ട് തിളപ്പിച്ചാലും മതി. ബട്ടറിൻ്റെയും ഇത്തിരി പഞ്ചസാരയുടെ ഒക്കെ കൂടിയുള്ളൊരു ഫ്ലേവർ വരും. അപ്പോൾ എരിവ് ബാലൻസ്ഡ് ആവുകയും ചെയ്യും. ഇനി പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ പകരം ശർക്കര പൊടി ഉപയോഗിക്കാം. ഇപ്പോൾ നല്ല കട്ടിയിൽ റോസ്റ്റ് ആയി കഴിഞ്ഞു. ഇനി ഓഫ് ചെയ്യാം. ചോറോ ചപ്പാത്തിയോ പൊറോട്ടയോ നാനോ ബ്രെഡോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സ്വാദോടെ കഴിക്കാൻ പറ്റിയതാണ് ഈ തക്കാളി റോസ്റ്റ്. ഇഷ്ടമായ അവിടുത്തെ കിച്ചൺ ലൈക്കും ഷെയറും ചെയ്യുക. വേറൊരു വിഭവമായിട്ട് കാണാം. താങ്ക് യു.